ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു അറേബ്യൻ മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മാങ്ങ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ വെള്ളം ആഡ് ചെയ്യാതെ കുറച്ച് കണ്ടൻസ് മിൽക്ക് മാത്രം ആഡ് ചെയ്തൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിൽ നിന്നും കുറച്ച് പൾപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന മെജോറിറ്റി പോർഷനിലേക്കും പാൽ ഒഴിച്ചിട്ട് അതൊരു ജ്യൂസാക്കി എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ്. അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ മാംഗോ പൾപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നല്ലോണം വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തത് നല്ല തിക്കായിട്ടുള്ള നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കൺസിസ്റ്റൻസി ആയാൽ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. പിന്നെ അതേ ഞാൻ ഈ വലിയ പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. അതിലേക്ക് നമ്മൾ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ബേസായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ സെറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് സെറ്റ് ചെയ്തിട്ട് നല്ലോണം അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. ബ്രെഡിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ആ ജ്യൂസ് ഇറങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വെക്കുക. ആൻഡ് അഗെയിൻ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ക്രീമിൻ്റെ മേലെ വീണ്ടും ബ്രെഡ് വെക്കുക, മാംഗോ ജ്യൂസ് ഒഴിക്കുക, അതുപോലെ തന്നെ വീണ്ടും അടുത്ത ലെയർ ക്രീം വെക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. ഒരു പുഡിങ്ങിൻ്റെ അപ്പുറം ഒരു കേക്കിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക. അങ്ങനെ ഇതേ നമ്മൾ ലാസ്റ്റ് ലെയർ ക്രീമൊക്കെ നല്ല വൃത്തിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഐഡിയക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ വെറുതെ ആ നേരത്തെ പൾപ്പ് കുറച്ചാക്കി അതൊന്ന് ഫോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്തു. കുറച്ച് മാംഗോ പീസസ് അതിൻ്റെ മേലെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതൊന്ന് നല്ലൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് തണുപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കി. മാംഗോയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും.